2 പതിറ്റാണ്ട് മുമ്പ് കണ്ണൂരിൽ നിന്നും ദുബായിലെത്തിയ ഒരു ചെറുപ്പക്കാരൻ. എല്ലാവരെയും പോലെ ഒരു തൊഴിലന്വേഷിച്ച് വിമാനം കയറിയവനാണവൻ. സ്വന്തം പിതാവിൻ്റെ വഴിയാണ് അദ്ദേഹം ആദ്യം തിരഞ്ഞെടുക്കാൻ ശ്രമിച്ചത്. അദ്ദേഹം നൈഫ് റോഡിൽ ജോലി ചെയ്യുന്ന പിതാവിനോടൊപ്പം എങ്ങനെയെങ്കിലും ഇവിടെ അള്ളിപ്പിടിക്കാം എന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു കാണും. പക്ഷെ പിതാവ് അതിന് സമ്മതിച്ചിട്ടില്ല. സ്വന്തം നിന്റെ വഴി നീ തന്നെ വെട്ടിത്തെളിച്ചോളൂ എന്ന ആ പിതാവിൻ്റെ ഉപദേശം ഒരുപക്ഷെ ഇന്ന് ഈ ചെറുപ്പക്കാരനെ എത്തിച്ചിരിക്കുന്നത് ഫയാസ് യൂസഫ് എന്നുള്ള ഒരു സംരംഭകനിലാണ്. അദ്ദേഹത്തിൻ്റെ വഴിയിലൂടെയാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതകഥയിലൂടെയാണ് ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നത്. നമസ്കാരം ഫയാസ്. നമസ്കാരം. 20 വർഷം മുമ്പ് ഫയാസ് ഇവിടെ വരുമ്പോൾ ഇങ്ങനൊരു പോഡ്കാസ്റ്റിൽ നമ്മൾ ഒരുമിച്ച് സംസാരിക്കും എന്ന് സ്വപ്നം പോലും കണ്ടിട്ടുണ്ടാവില്ല. അല്ലല്ല. ഒരു സാധാരണ ജോലിക്കാരനോ, ആ ജോലിക്കാരിൽ നിന്ന് സ്വന്തം കഠിനാധ്വാനം കൊണ്ട് തന്നെ മറ്റാരുടെയും പിന്തുണയില്ലാതെ ഒരു വലിയ, ഞാൻ പറയുന്ന ഒരു വലിയ ബിസിനസ്സുകാരനായിട്ടുണ്ട്. ഇങ്ങനെ ആളറിയാത്ത ഒരുപാട് ബിസിനസ്സുകാരുള്ള ഒരു ഭാഗ്യമുള്ള നാടാണ് UAE, ദുബായ്. എങ്ങനെയാണ് ഫയാസിൻ്റെ കണ്ണൂരിൽ നിന്നും ദുബായിലേക്കുള്ള യാത്ര? കണ്ണൂരിൽ നിന്ന് 2002 ഡിഗ്രി കഴിഞ്ഞു. കണ്ണൂർ എസ് എം കോളേജിൽ ഡിഗ്രി കഴിഞ്ഞു. പിന്നെ PG ഫ്രം ബാംഗ്ലൂർ. അവിടെ നിന്നൊക്കെ കഴിഞ്ഞിട്ട് എത്തിയപ്പോൾ ജസ്റ്റ് വിസിറ്റിന് വന്നു ആദ്യമേ ഇനീഷ്യലി ജോബ് സെർച്ചിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ജോലി കിട്ടലും. അപ്പം ഒരു വിസിറ്റ് കഴിഞ്ഞു, രണ്ടാമത്തെ വിസിറ്റും കഴിഞ്ഞു, ജോലിയൊന്നും ശരിയായില്ല. സോ ലൈക്ക് ഞാൻ വിചാരിച്ചു ഓക്കെ, ഫാദർ ഷോപ്പിൽ ഒരു നൈഫ് സൂക്കിലായിരുന്നു, റെഡിമെയ്ഡ് ഷോപ്പ്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ചാൻസ് നിൽക്കാണ്. പക്ഷെ ഫാദർ എന്നെ വിട്ടേയില്ല. ബിക്കോസ് ഹീ ഹാസ് എൻ അംബിഷൻ, ഹി വാസ് ലൈക്ക് എന്നെ എന്താ വെച്ചാൽ അവിടെ ഇതെല്ലാം പഠിപ്പിച്ചു. പിന്നെ അവിടെ വന്നിട്ട് ആ സൂക്കിൽ അത്രയും ചൂടൊന്നും കൊടുത്ത് നിൽക്കണ്ട. ഈവൻ ദോ ഇറ്റ് വാസ് എ ബിസിനസ്, ബട്ട് എന്നോട് പറഞ്ഞാൽ നിൽക്കണ്ട, എവിടെയെങ്കിലും പുറത്ത് പോയിട്ട് എവിടെയെങ്കിലും നല്ലൊരു ജോലി നോക്കണം എന്നുള്ള ആ ഒരു ഇതായിരുന്നു. ദെൻ ഐ വാസ് സെർച്ചിങ് ലൈക്ക് ജസ്റ്റ് എവിടെയെങ്കിലും ഒരു ജോലി, അതായിരുന്നു അന്നുണ്ടായിരുന്നത്. സോ ആ സമയത്താണ് എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ ഒരു നാട്ടിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ കൂടെ പഠിച്ച്, ഹി വാസ് വർക്കിംഗ് ഇൻ എ ഫർണിച്ചർ കമ്പനി. സോ അവിടെ ഒരു ചാൻസ് ജസ്റ്റ് ആസ് എ കൗണ്ടർ സെയിൽസ് പേഴ്സൺ അവിടെ നിന്ന് തുടങ്ങി. ദെൻ ആഫ്റ്റർ 6 months അങ്ങനെ എനിക്ക് ലൈസൻസ് എടുത്തു. ദെൻ ഐ വാസ് റിയലൈസ്ഡ് ഇതാണ് എൻ്റെ പാഷൻ. എനിക്ക് അതിലൊരു പാഷൻ തോന്നി. ദെൻ ഐ വാസ് റിയലൈസ് ദറ്റ് ഇതാണ് എൻ്റെ ഇൻഡസ്ട്രി. ഞാൻ ഇനി മുന്നോട്ട് പോകേണ്ട കരിയർ, ഐ ഹാവ് ടു ഡെവലപ്പ് ദിസ് കരിയർ എന്നുള്ള ലെവലിൽ ദെൻ ഐ വർക്ക് വെരി ഹാർഡ്. ടച്ച് വുഡ്, ഐ വർക്ക് വെരി ഹാർഡ്. ആൻഡ് അവിടെ നിന്നൊരു 1-2 വർഷം കൊണ്ട് അവർ എന്നെ സെയിൽസിലേക്ക്, വൺസ് ലൈസൻസ് ഒക്കെ കിട്ടിയപ്പം ദേ ഗേവ് മി എ വെരി ബിഗ് ഓപ്പർച്യൂണിറ്റി ആസ് എൻ ഔട്ട്ഡോർ സെയിൽസ് പേഴ്സൺ. ഈവൻ ദോ എനിക്ക് അതിനായിട്ട് യാതൊരു ബന്ധവുമില്ല. എനിക്ക് നമ്മൾ ഈ ഫർണിച്ചർ ഇൻഡസ്ട്രിയായിട്ട് യാതൊരു ബന്ധം ഉണ്ടായിട്ടില്ല. ദാറ്റ് കമ്പനി വാസ് ടോട്ടലി, ആ സമയത്തൊക്കെ ഒരു ട്രേഡിംഗ് ഉണ്ടായിരുന്നു, ഫർണിച്ചർ മാനുഫാക്ചറിങ് ഉണ്ടായിരുന്നു. ബട്ട് ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി, ഞങ്ങൾ നല്ല രീതിയിൽ അതിന് ആ ഒരു കമ്പനീനെ ലൈക്ക് 2007-2008 UAE ദ ടോപ്പ് ബ്രാൻഡ്സ്, പിന്നെ പുറത്തുള്ള US-ലായാലും UK-ലായാലും യൂറോപ്പിലായാലും അവിടെയൊക്കെയുള്ള ടോപ്പ് റെസ്റ്റോറൻറ്റ് ബ്രാൻഡ്സിന് ഇവിടെ ദുബായിൽ വരുന്ന സമയമായിരുന്നു. ദുബായ് ഇൻ ദ സെൻസ് UAE. അപ്പോൾ ആ സമയത്ത് ആ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം ഗ്രാബ് ചെയ്തു. ഇവിടെയുള്ള ആ ഒരു ടൈപ്പ് ഓഫ് ക്ലയൻസിനൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ദെൻ വേർ എവർ ദേ ആർ സ്റ്റാർട്ടിങ് എ റെസ്റ്റോറൻറ്റ്സ്, അവർ കമ്പനി വാസ് ദെയർ ടു ഡു ദ ഫർണിച്ചർ. ആ ഒരു ബിൽട്ടപ്പ്, ആ ഒരു കണക്ഷൻസ്, ദെൻ ഐ വാസ് ഗ്രോയിങ്. ദ സെയിം ടൈം കമ്പനി ഓൾസോ ഗ്രോയിങ്. കമ്പനി ഗിവൺ us എ വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റി ടു ഗ്രോ ആസ് വെൽ. അങ്ങനെ വളർന്ന് ലാസ്റ്റ് ഒരു ഓൾമോസ്റ്റ് ഐ വുഡ് സേ ലൈക്ക് 18 years. ഓക്കെ. ആ സമയത്ത് പിന്നെ കൊറോണ വരുന്ന സമയം 2019 ഞാൻ അവിടെ സെയിൽസ് ഹെഡ് ആയിരുന്നു. സോ ഐ വാസ് ലൈക്ക് ഹാൻഡ്ലിങ് ദ മേജർ അക്കൗണ്ട്സ്, ഓക്കെ, മേജർ കീ അക്കൗണ്ട്സ്. ദെൻ അത്രയും വർഷം വർക്ക് ചെയ്തിട്ട് ഉണ്ടാക്കിയ ആ ഒരു ഗുഡ് വില്ല് അതായിരുന്നു. അതായത് ക്ലയൻറ്റൊക്കെ ആയിട്ടുള്ള റിലേഷനോ ദാറ്റ് ആ സർവീസും ഒരുപാട് ചാലഞ്ചസ് ഒക്കെ ഉണ്ടായിരുന്നു. സത്യസന്ധത. അതെ, നമ്മൾ അത്രയും കമ്പനിയോട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ സ്വന്തം കമ്പനി ആയിട്ടുണ്ടായിരുന്നു അന്ന് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത്. ദാറ്റ് വാസ് ദ ഫീലിംഗ്, ദാറ്റ് വാസ് ദ ഇൻറ്റൻഷൻ ടുവേർഡ്സ് ദ കമ്പനി, ടുവേർഡ്സ് ദ ക്ലയൻസ്. അതായത് സ്വന്തം കമ്പനിയെ പോലെ കൊണ്ടു നടക്കുമായിരുന്നു. എക്സാക്ട്ലി. ഈവൻ ദോ ഇൻ ബിറ്റ്വീൻ എനിക്ക് നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ബിക്കോസ് ഐ വാസ് ഇൻ ദ സെയിൽസ് ആൻഡ് പീപ്പിൾ ആർ ലുക്കിംഗ് ലൈക്ക് ഞങ്ങളുടെ കോമ്പറ്റീറ്ററിൽ തന്നെ എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും അവിടുന്ന് പോകാനോ അല്ലെങ്കിൽ എനിക്ക് ദാറ്റ് വാസ് ദ ഇൻറ്റൻഷൻ, ദാറ്റ് വാസ് ദ റിലേഷൻ വിത്ത് ദാറ്റ് ടീം ഞാൻ ഉണ്ടാക്കി വെച്ച. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന്. പക്ഷേ കൊറോണ ആയപ്പോൾ then I realized, I have to move because like such a long years, 18 years. And then I want to do something more, that was the main reason.
ഒരു കമ്പനീൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന എനിക്ക് ആ ഒരു ലിമിറ്റേഷൻസ് നിന്ന് കൂടുതലായിട്ട് ഐ വോണ്ട് ടു എക്സ്പ്ലോർ. ദെൻ ഐ ഹാവ് എ വിഷൻ ലൈക്ക് വാട്ട് ഐ ഹാവ് ടു ഡു എന്നുള്ള അങ്ങനെയൊക്കെയുള്ള ഇതിൽ ദെൻ ഐ ജസ്റ്റ് സ്റ്റെപ്പ് ഡൗൺ ഫ്രം ദ എക്സിസ്റ്റിംഗ് കമ്പനി. Then I got an opportunity, like there was an investor from Saudi. He was ready to invest on the business. Then touch wood, like we have started the company, and I would say I would very glad to say that till today, we have reached that level where the company known the entire market, what exactly we are doing and what we are capable of doing, such a high-end F&B outlets. അതായത് TCFC എന്ന് പറയുന്ന ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ പിറവി അവിടെയായിരുന്നു. Exactly. എനിക്ക് തോന്നുന്നത് ഈ 2019 എല്ലാ വലിയ ബിസിനസ്സുകാരടക്കം കടപുഴകി വീണുന്ന സമയത്ത് അതെ, ഒരു പരിചയവുമില്ലാതെ വെറും തൊഴിലെടുത്തതിൻ്റെ ആത്മവിശ്വാസത്തിൽ ഒരു ബിസിനസ്സുകാരനാവാൻ എക്സാക്ട്ലി ആ ഒരു ധൈര്യം അതെങ്ങനെ കിട്ടുന്നു? ആ ഒരു സമയത്ത് ഇൻഫാക്ട് ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഐ ഡിഡ് നോട്ട് ഈവൻ ഡിസ്കസ് വിത്ത് മൈ വൈഫ്, വിത്ത് മൈ ഫാദർ, വിത്ത് മൈ മദർ. ദ റീസൺ ഈസ് ഞാനിപ്പം ഇതൊക്കെ സംസാരിച്ചാൽ 110% അവർ പറയുന്നത് വെച്ചാൽ നോ, ദിസ് ഈസ് നോട്ട് ദ ടൈം, ദിസ് ഇസ് ബിക്കോസ് പീപ്പിൾ ആർ സ്ട്രഗ്ലിങ്, പീപ്പിൾ ആർ ട്രൈങ് ടു ആ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ എന്താണോ ഉള്ളത് അതൊക്കെ ഹോൾഡ് ചെയ്യുന്ന സമയമാണ്. അതായത് കണ്ണൂർ ഭാഷ പറഞ്ഞ അയ്യോ മോനെ നീ ഇപ്പൊ ഇതൊന്നും ചെയ്യല്ലേ. എക്സാക്ട്ലി. കാരണം ഉറപ്പാണ്, കാരണം ആ ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ആ ഒരു ലൈഫ് സ്റ്റൈലാണല്ലോ. ലൈക്ക് ഓക്കെ, ബിക്കോസ് ലൈക്ക് മക്കളൊക്കെ ഇവിടെ പഠിക്കുന്നതാണ്. അതെ, അപ്പോൾ ഞങ്ങളൊരു സാലറി ബേസിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മിനിമം സാലറിയും കാര്യങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ബിസിനസ് എന്ന് പറഞ്ഞ ഒരു വലിയൊരു ചാലഞ്ച്, അതും ഈ ഒരു കൊറോണ സമയത്ത്. അതെ. ബട്ട് it was എൻ്റെ ഒരു ഐ മീൻ ലൈക്ക് എവരിബഡി സേ ഞങ്ങൾ ഉള്ളിൽ നിന്ന് വന്നൊരു സംഭവം, അതെ, ആ ഒരു റിഫ്ലക്ഷൻ. എക്സാക്ട്ലി, ആ ഒരു റിഫ്ലക്ഷന് തോന്നി ലൈക്ക് ഐ ഹാവ് ടു ഡു ഇറ്റ്. എൻ്റെ വഴി ഇതല്ല. And I have to do my business. I have to start this. Touch wood, like even the corona, we have got a very big project in Saudi Arabia. Okay, just before the corona, but I have succeeded. I would say that that project was like that was the project which we have received it and we have completed on time. So the client was very happy. Even though it was very difficult to send the goods and things that time. പക്ഷേ ദെൻ സൗദി മാർക്കറ്റ്, സൗദി ആയിരുന്നു മേജർ ബിസിനസ് ആ 2019, 20, 21. ദെൻ ഐ ഓൾസോ വാണ്ട് ടു സേ ദാറ്റ് സൗദിയിലുള്ള ആ ഒരു സമയത്ത് ഞങ്ങൾ ചെയ്ത പ്രൊജക്ട്സിൽ കിട്ടിയ ആ ഒരു ഫീഡ്ബാക്കിൽ റിയാദിലൊക്കെ ദ ടോപ്പ് ബ്രാൻഡ്, ദ വേൾഡ് ഫേമസ് ടോപ്പ് F&B ബ്രാൻഡ് റിയാദിലുള്ള ഒരു ഒറ്റ സ്ട്രീറ്റ് ഉണ്ടായിരുന്നു, സുലൈമാന സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട്. ആ സ്ട്രീറ്റിലുള്ള ഓൾമോസ്റ്റ് 10 to 15 ടോപ്പ് ബ്രാൻഡ് ഔട്ട്ലെറ്റ്സ് ഞങ്ങളാണ് ചെയ്തത് എൻ്റെ സൗദിയിൽ. ദെൻ ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ് മൈ ജേർണി വാസ് ട്രാവലിംഗ് ലൈക്ക് നോട്ട് എൻറ്റയർ ലൈക്ക് ഇൻ റിയാദ്, കൊബാർ, ജിദ്ദ. ഇപ്പം പറയുകയാണെങ്കിൽ എക്സെപ്റ്റ് കുവൈത്ത്, ദ എൻറ്റയർ മിഡിൽ ഈസ്റ്റിലുള്ള ടോപ്പ് ബ്രാൻഡ്സ് ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഫയസ് വന്നപ്പോൾ എത്ര സാലറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആദ്യത്തെ മാസം? ഇറ്റ് വാസ് ദ വെരി ബിഗിനിങ് ഐ വുഡ് സേ ലൈക്ക് 1,500 ആയിരുന്നു. ഈവൻ ആഫ്റ്റർ സാലറി ആൻഡ് ഓൾ, ലൈക്ക് ഹൗ ഈവൻ 1,500 ആ സമയത്ത് എനിക്ക് ഒന്ന് 10,000 റുപ്പീസ് നാട്ടിൽ കിട്ടണമെങ്കിൽ 800 dirhams അയക്കണം ആ സമയത്ത്. എനിക്ക് ആക്ച്വലി പറഞ്ഞാൽ അന്ന് ഫാദർ ഇവിടെ ബിസിനസ് ആയിരുന്നല്ലോ, നൈഫ് സൂക്കിലാണ്. അപ്പോൾ ഐ ഡോണ്ട് നീഡ് ടു സെൻഡ് മണി ടു ഇന്ത്യ ദാറ്റ് ടൈംസ്, ബട്ട് വാട്ട് മൈ ഫാദർ ടോൾഡ്, അതായത് ഫയസിന്റെ പൈസ കിട്ടി നാട്ടിലെ ആൾക്കാരും ജീവിക്കേണ്ട ആവശ്യമില്ല. ഫാദർ എന്നെ കൊണ്ട് ഈ 1,500 കിട്ടുമ്പോൾ 1000 dirhams മൂപ്പർക്ക് കൊടുപ്പിക്കും. ബിക്കോസ് വാട്ട് ഹി സെഡ്, യു ഹാവ് ടു സെൻഡ് ദാറ്റ് മണി ടു മൈ മോം. അംഗീകരിക്കേണ്ട അല്ലെങ്കിൽ അഭിനന്ദിക്കേണ്ടത് ഫാദറുടെ ഒരു തീരുമാനമല്ലേ? ഫാദറെ തീരുമാനം അല്ലേ? ഫാദർ അന്ന് തന്നെ ആക്ച്വലി പറഞ്ഞാൽ ആസ് യൂഷ്വൽ നിന്നപ്പോൾ നൈഫ് സൂക്കിൽ നിന്നോട്ട് മുപ്പറ് കൂടെ നിപ്പിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ ഞാനൊക്കെ അത് കുറച്ചു കാലം ഇങ്ങനെ ഇതാക്കിയിരുന്നു. ലൈക്ക് റിഗ്രറ്റ് എന്നല്ല, ഐ വാസ് തിങ്കിങ് ലൈക്ക് ഞാനിങ്ങനെ 1,200, 1,500 രൂപയ്ക്ക് എന്തിനാ കഷ്ടപ്പെടുന്നത്, അവിടെ ഷോപ്പ് കാണും നൈഫ് സൂക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു ഈവൻ ദോ ഭയങ്കരമായിട്ടുള്ളൊരു പിന്നെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ. ഇറ്റ് വാസ് നോട്ട് എ നോർമൽ ഷോപ്സ് ഓർ എനിത്തിങ്, ദർ ഇസ് നോ AC or anything, but he was struggling and he knows the difficulties and the problems and things, so he don't want me to put there. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞു പുറത്തു പോയിട്ട് നല്ല ജോലി എടുത്ത് നല്ലൊരു യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് യുവർ ഓൺ വേ എന്നുള്ള ലെവലിൽ തന്നെ. ഉപ്പൊക്കെ അറിയാം, വിഷമിക്കുന്ന കാര്യങ്ങൾ ഉപ്പൊക്കെ അറിയാം. എൻ്റെ മോൻ ഇങ്ങനെ വിഷമിക്കരുത് എന്നുള്ള ഉപ്പ ചിന്തിക്കായിരിക്കും. ഇപ്പൊ എത്ര പേർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്? ഇപ്പം ഞങ്ങൾ ഓൺ ഇതിൽ കമ്പനി ഇതിൽ ഓൾമോസ്റ്റ് ഐ വുഡ് സേ വി ഹാവ് എ ഡിസൈൻ സ്റ്റുഡിയോ, ഓക്കെ, ഇൻ അൽക്കൂസ്. ദാറ്റ് ഈസ് ലൈക്ക് അവർ ഓഫീസ് ആൻഡ് ദ ഡിസൈൻ സ്റ്റുഡിയോ വേർ
ക്ലയൻസിനും കാര്യങ്ങൾ അവർക്കൊക്കെ വന്ന് കാണാനും ഞങ്ങൾ ചെയ്ത പ്രോജക്ട്സ് കാണാനൊക്കെയാണ്. അവിടെ മാത്രം അറൗണ്ട് ലൈക്ക് 20 പീപ്പിൾ ഉണ്ട്. ദെൻ വി ഹാവ് എ ഫാക്ടറി വേർ ഇൻ സജ്ജ വിച്ച് വി ആർ കൊളാബറേറ്റിംഗ് വിത്ത് അനദർ പാർട്ടി. സോ അവിടെ ഒരു ഓൾമോസ്റ്റ് ഒരു 35-40 ആൾക്കാരുണ്ട്. പക്ഷേ ഇപ്പം വി ആർ ബിൽഡിംഗ് അവർ ഓൺ ഫാക്ടറി ഇൻ മുൽക്കൈൻ. കൺഗ്രാജുലേഷൻ. മുൽക്കൈൻ. ഓക്കെ, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ലൈക്ക് നമ്മൾ പ്ലാനിങ് ഒരു ഓൾമോസ്റ്റ് അറൗണ്ട് 80 എംപ്ലോയീസിന് അവിടെ പിന്നെ it will give an opportunity and we are going to start a massive like furniture and joinery and everything. ഒരു വലിയ ചലഞ്ച് എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത് ഒരു വലിയ സ്ട്രഗ്ലിംഗ് ടൈം, അതായത് മാനസികമായിട്ട് തകരുന്നൊരു സമയം ഉണ്ടായിട്ടുണ്ടോ ഈ 27-25 വർഷത്തെ യാത്രയ്ക്കിടെ? അതായത് ഇതൊന്നും വേണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഐ മീൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പം വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈവൺ ഇഫ് ഐ ഗോ ഫോർ എ വെക്കേഷൻ, സാധാരണ രീതിയിൽ ഇപ്പോൾ ഒരാൾ ജോലി ചെയ്യുന്ന സമയത്ത് വെക്കേഷന് പോയി കഴിഞ്ഞാൽ ഹി വോണ്ട് ഹാവ് എനി കൈൻഡ് ഓഫ് അവരവരെ വെക്കേഷനിലായിരിക്കുമല്ലോ. അതെ. ഞാനെന്ന് പറയുന്നത് അന്നും എനിക്ക് ഐ ഓൾവേസ് എനിക്കൊരു ഭയങ്കര വർക്കോളിക് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഇതാണ് എൻ്റെ. ഐ മീൻ ലൈക്ക് ഇഫ് ഐ ഡു ദാറ്റ് പ്രോജക്ട്സ്, ഇഫ് ഐ ടേക്ക് ദാറ്റ് പ്രോജക്ട്, ഇറ്റ്സ് 100% കമ്പൾസറി ദാറ്റ് ഐ ഹാവ് ടു ഫുൾഫിൽ മൈ കമ്മിറ്റ്മെൻറ്റ്. ഐ ഹാവ് ടു ഡു ദ ബെസ്റ്റ് സർവീസ്. ദ ചാലഞ്ച് എന്ന് പറയുന്നത് ഒരു എൻക്വയറി വന്ന് അതൊരു പ്രൊജക്റ്റ് ഒരു ഓർഡർ ആക്കി ക്ലയൻറ്റിന് ബെസ്റ്റ് സർവീസ് കൊടുത്ത് അതിൻ്റെ പേയ്മെൻറ്റ് വാങ്ങി വീണ്ടും അവരെ കൊണ്ട് ആ പ്രൊജക്റ്റ് വേറെ പ്രൊജക്റ്റ് നമുക്ക് തരണം. സോ ദാറ്റ് വാസ് ദ എൻറ്റയർ ചാലഞ്ച്. അപ്പോൾ ആ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അപ്പോൾ എവിടെയെങ്കിലും സ്റ്റക്കായ, ഫോർ എക്സാമ്പിൾ ലൈക്ക് പേയ്മെൻറ്റോ ഇത് സ്റ്റക്കായ, ആ ഒരു കൈൻഡ് ഓഫ് ടെൻഷനും കാര്യങ്ങളും ഓട്ടോമാറ്റിക് വരും. സോ ഞാൻ പറഞ്ഞു, ഇപ്പം ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ ജോലി ചെയ്യുന്നതാണെങ്കിലും നാട്ടിൽ പോയാലുള്ള എൻ്റെ മൈൻഡിൽ ഫുൾ ഓഫ് ബിസിനസ് ലൈക്ക് ദ ഓർഡേഴ്സും ജോബും കാര്യങ്ങളൊക്കെയാണ്. ഇതിനാണ് ബിസിനസ്സിലും ഇറ്റ്സ് ലൈക്ക് ഫുൾ ടൈം ലൈക്ക് 24/7 ഇതിങ്ങനെ മൈൻഡിൽ ഓടുന്നതാണ്. അപ്പോൾ ആ ഒരു ഐ മീൻ ചില കേസിൽ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വരുമ്പം ഡെലിവറി ഡിലേ ഓർ സൈറ്റ് ദിസ് ഓർ പേയ്മെൻറ്റ് ആ ടൈം, പക്ഷേ ടച്ച് വുഡ് അതൊക്കെ ഇങ്ങനെ വൺ ഓർ ദ അതർ റീസൺ കൊണ്ട് ഇങ്ങനെ സോൾവ് ആക്കി കൊണ്ടുപോകും. അതായത് ഒന്നിൽ വിശ്വസിക്കുന്നതാണ്, ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ദൃഢനിശ്ചയവും കഠിനാധ്വാനവും. പിന്നെ എൻ്റെ ഫാദർ പണ്ടേ നമ്മളെ പഠിപ്പിച്ചെന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആരെയും യു ഹാവ് ടു ഒബേ ദ റൂൾസ്. ഓക്കെ, ആൻഡ് നമ്മൾ ഒരിക്കലും ആരെയും ഒന്നും പിന്നെ ഉപദ്രവിക്കുന്ന ലെവലിൽ ആരും ചെയ്യരുത്. എന്തും ഇപ്പോൾ ഓക്കെ, ആരും പറ്റിക്കരുത്, ആരും ഉപദ്രവിക്കരുത്. ഇതൊക്കെ ഫാദർ ചെറുപ്പം മുതലേ നമ്മളെ ഇൻജക്റ്റ് ചെയ്തിട്ടും പഠിപ്പിച്ചു തന്നതാണ്. അപ്പോൾ അതുതന്നെയാണ് ഇന്നും ആ വിശ്വാസം ഇതൊക്കെയാണ് ഇന്നും കൊണ്ടുപോകുന്നത്. അല്ല, ആ കുടുംബത്തിൻ്റെ ഒരു പിതാവിൻ്റെ ഒരു, ഞാനതാണ് പറഞ്ഞത്, താങ്കളോട് സംസാരിച്ചപ്പോൾ എനിക്ക് അറിയാം താങ്കളുടെ മുഖത്ത് നിന്ന് വരുന്നുണ്ട് ആ പിതാവിൻ്റെ ഒരു ഒരു ആ കാരുണ്യവും അനുകമ്പയും നിറഞ്ഞ ഒരു. ഐ മീൻ കാണാൻ ഇവിടെ ഇല്ല. എന്തായാലും ലൈക്ക് 3 years അതിനെല്ലാം തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ പുതിയൊരു സംരംഭകരായിട്ട് വരുന്ന ആളുകളോട് ഫയാസിന് പറയാനുള്ള കാര്യം എന്താണ്? കാര്യം എന്താണ് ഈ പലരും മടിക്കുന്നതാണ്, പൈസ ഇറക്കാൻ മടിക്കും, കാര്യം ഇനി മുന്നോട്ട് പോകാൻ പറ്റുമോ, ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കും, അവരോടൊക്കെ പറയാനുള്ളൊരു നിർദ്ദേശം എന്താ? എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഫയാസിനെ പോലെ ആവുക, നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥത കാണിക്കുക എക്സാക്ട്ലി എന്നുള്ളതാണ്. പക്ഷേ ഫയാസിൻ്റെ എക്സ്പീരിയൻസിൽ പറയാനുള്ളത് ഒന്ന് പറയാൻ എന്താ പറഞ്ഞാൽ, ഇപ്പം ബിസിനസ് എന്നുള്ളത് ഇപ്പം ഡെഫിനിഷൻ ഒന്നുമില്ല. ലൈക്ക് ഇന്ന ആൾക്ക് ഇന്ന ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ, ഇന്ന ആൾക്ക്. ബിസിനസിൻ്റെ മെയിൻ മോട്ടോ ഒന്നെന്താ പറഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ റിസ്ക് എന്നുള്ളൊരു സംഭവമുണ്ട്. ഫോർ എനി ബിസിനസ് ദർ വിൽ ബി എ റിസ്ക്. ആ റിസ്ക് ഡെഫിനറ്റ്ലി എടുക്കാൻ തയ്യാറായിരിക്കണം. ആ റിസ്ക് എടുക്കാനുള്ള എൻ്റെ ജീൻ എന്താണോ അതായിരിക്കും എൻ്റെ ബിസിനസ്സിലും കാണിക്കുക. അപ്പം നിങ്ങൾ ഹനുബായിൻ്റെ ജീൻ എന്താണോ ആ ജീനായിരിക്കും ബിസിനസ്സിലും എൻ്റയർ ബിസിനസ്സിലും കൊണ്ടുപോകുക. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഞാനൊന്ന് മാറി നിന്നിട്ട് ഒന്ന് വ്യൂ ചെയ്യേണ്ടി വരും. ഓക്കെ, റിസ്ക് എന്നുള്ള സംഭവം ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ടേക്ക് ദറ്റ് റിസ്ക് ആൻഡ് യു ഹാവ് ടു ബി റെഡി ടു ടേക്ക് ദറ്റ് റിസ്ക് വാട്ട് എവർ ഇറ്റ് ഈസ് ഹാപ്പനിങ്. ബിസിനസ്സിൽ സക്സസ്സും ആവാം, ഇതും ആവാം. ആൻഡ് ത്രൂ ഔട്ട് ദ ജേർണി ഇത് രണ്ടും ഉണ്ടാവുമല്ലോ. ത്രൂ ഔട്ട് എല്ലാ സമയത്തും ഭയങ്കര ഇതുണ്ടാവും. ഒരു വിഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, ദ ബിസിനസ് എനിക്ക് നെക്സ്റ്റ് 5 years ഞാൻ ഈ ബിസിനസ്സിനെ എവിടെ എത്തിക്കണം. ഓക്കെ, അതിന് ശേഷം നെക്സ്റ്റ് 10 years ഈ ബിസിനസ് എന്തായിരിക്കണം. അപ്പം ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്താണോ ചെയ്യുന്നത് അതിലുള്ളൊരു അറ്റ്ലീസ്റ്റ് ഒരു മിനിമം സോളിഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ആ ചെയ്യുന്ന ബിസിനസ്സിൽ. അല്ലെങ്കിൽ ബിസിനസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാണ് ഒരു എക്സ്പീരിയൻസ് ആയിട്ടൊരു ബിസിനസ്സിൻ്റെ കൂടെ ആയിരിക്കണം ഞങ്ങൾ ജോയിൻ ചെയ്യേണ്ടത്. ദാറ്റ് വാസ് മൈ എക്സ്പീരിയൻസ് ആൻഡ് ദാറ്റ്സ് വാട്ട് ഐ വുഡ് കൊടുക്കാൻ പറ്റിയ ആ ഒരു അഡ്വൈസും അതാണ്. അതായത് ആ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളോടൊപ്പം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സ്വന്തമായി ചെയ്തിട്ടുണ്ടെങ്കിൽ യു ഷുഡ് ഹാവ് ദാറ്റ് എക്സ്പീരിയൻസ്. ഓക്കെ, ഇത് രണ്ടും ആയിരിക്കണം. പിന്നെ അല്ലാണ്ട് നമ്മളിപ്പം ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ദർ ആർ സോ മെനി പീപ്പിൾ ഹു ആർ ഇൻവെസ്റ്റിംഗ്. ഓക്കെ, അത് ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ അത് ഓരോ പ്രോഡക്റ്റും ഇതൊക്കെ അനുസരിച്ചിട്ട്. പക്ഷെ ഒരുപാട് ചാലഞ്ചസും ഇതൊക്കെ റെഡിയായി
എടുക്കാൻ റെഡി ആയിരിക്കണം. ജോലി ചെയ്യുന്നവരായിരിക്കില്ല ബിസിനസ് ചെയ്യുമ്പോൾ, അങ്ങനെയാണല്ലോ അതെ. എല്ലാ കേസും. ഉറപ്പായിട്ടും ജോലി ചെയ്യുന്ന ഒരു കംഫർട്ട് സോൺ ആണല്ലോ, മാസം കൃത്യമായിട്ട് സാലറി വരും, സാലറി വരും, ഒരു ടെൻഷനും വേണ്ട. ചെയ്താലോ ചെയ്തിട്ടില്ലെങ്കിലും സാലറി വരും. അതെ, എല്ലാ വീക്കിലും റിപ്പോർട്ട്സും കാര്യങ്ങളും ഫിനാൻസിൽ നിന്ന് വരും. സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ, ലൈക്ക് ഫണ്ട്സും കാര്യങ്ങളൊക്കെ ഇതാണെന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇറ്റ് വാസ് ലൈക്ക് എൻ്റെ ഈ ത്രൂ ഔട്ട് ജേർണിയിൽ എൻ്റെ കൂടെ ആക്ച്വലി ഞാനന്ന് വർക്ക് ചെയ്യുന്ന കാലത്ത് എൻ്റെ കൂടെ ഉണ്ടായ ഒരാളാണ് എൻ്റെ, ലൈക്ക് ഹി വാസ് ഹാൻഡ്ലിംഗ് ദ പ്രോജക്ട്സ് ആൻഡ് നൗ ഹി ബിക്കം ദ പ്രോജക്ട്സ് ഹെഡ്. അപ്പം ഹി വിത്ത് മീ ഫ്രം ദ ബിഗിനിങ്. എൻ്റെ കൂടെ ഉണ്ടായ ആ ആൾ എൻ്റെ കൂടെ ഇന്നും ഉണ്ട്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒപ്പരുണ്ടായ ആൾ എൻ്റെ കൂടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ശേഷം ഹി കെയിം ടു മീ. ദെൻ നമ്മൾ എൻ്റെ കൂടെ ഇന്നും അവരുണ്ട്. അന്ന് ജോലി ചെയ്തവരാണ്, അന്ന് ജോലി ചെയ്ത ഒരാള് ഇന്ന് എൻ്റെ കൂടെ ഉണ്ട്. ആൻഡ് വി ബോത്ത് ഹാവ് ലൈക്ക് I would say he's my best partner. He's like അവരാണ് എൻ്റെ കൂടെ ഉള്ളത്. ആൻഡ് ഹീസ് ഹാൻഡ്ലിംഗ് ദ പ്രോജക്ട്സ്, ഹീസ് ഹെഡ് ഓഫ് പ്രോജക്ട്സ്. ആൾ ഇന്ന് എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ എൻ്റെ കൂടെ ബാക്കിയുള്ള ടീമംഗങ്ങൾ, ഇപ്പൊ ഞങ്ങളൊരു കോർ ടീമുണ്ട്. ഓക്കെ, അതിലിപ്പം I don't want to disclose the names or anything, but ഇവരൊക്കെ I'm treating as if like they are also a part of the company. അതായത് അന്ന് ഫയാസിന്റെ കമ്പനിയെ ചിന്തിച്ചത് അതുപോലത്തെ കുറച്ച് ആൾക്കാർ ഇപ്പൊ ഫയാസിന് എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ കൂടെ ഇന്നുണ്ട്. എൻ്റെ കൂടെ ഇന്നുള്ള ഈ കമ്പനിയിലുള്ള ഞങ്ങളൊരു മെയിൻ ഒരു കോർ ആയിട്ടുള്ള 6 ആൾക്കാരുണ്ട്. കണ്ണൂർ താണയിൽ നിന്ന് വന്ന് ദുബായിൽ ഇപ്പോ എനിക്ക് തോന്നുന്നു വലിയ ആളുകളൊന്നും അറിയില്ലെങ്കിലും ഒരു വലിയ ബിസിനസ്സുകാരൻ തന്നെയാണ് ഫയാസ്. ലൈക്ക് ടച്ച് വുഡ്, ഡൂയിങ് ബെസ്റ്റ്. ചെയ്യുന്ന കാര്യം വെരി യുണീക്ക് സംഭവങ്ങളാണ്. അതായത് ദുബായിൽ റീസെന്റ് ആയിട്ട് ചെയ്ത ക്രിസ്ത്യാനോ റൊണാൾഡോ, റഫേൽ നദാലിന്റെ ഡൗൺ ടൗണിലുള്ള പ്രോജക്ട്സ്, ഇറ്റ്സ് കോൾഡ് ടാറ്റൽ ആൻഡ് ടോട്ടോ. അത് ചെയ്ത TCFC ആണ്. ഓക്കെ, അപ്പൊ ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ റെസ്റ്റോറന്റ് ചെയ്ത ആരാന്നുള്ളത് അതിപ്പം നമ്മളെ മലയാളികൾക്കിടയിൽ അറിയില്ലെങ്കിലും ദ പീപ്പിൾ ഹു ആർ ഇൻ ടു ദ ഇൻഡസ്ട്രി ദേ ഓൾ നോസ്. TCFC എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കാറുള്ളത്, എന്തൊക്കെയാണ് നമ്മുടെ സർവീസ്? TCFC basically we are actually a very unique bespoke furniture manufacturing ആണ്. വെരി യുണീക്ക് ഡിസൈൻസ്. അതായത് ഞങ്ങളെ ക്ലയൻസ് എന്ന് പറയുന്നത് ഹൈ എൻഡ് ഇന്റീരിയർ ഡിസൈനേഴ്സ് ആണ്. ലൈക്ക് ഫ്രം UK, ഫ്രം ലണ്ടൻ, ജപ്പാൻ, ഓസ്ട്രേലിയ, ഫ്രാൻസ്, ദുബായ്, ലൈക്ക് സൗദി അറേബ്യ. സോ ഇവിടൊക്കെയുള്ള ഹൈ എൻഡ് ഇന്റീരിയർ ഡിസൈനേഴ്സ് ആണ് ഞങ്ങളെ ക്ലയൻസ്. പ്ലസ് ഹോസ്പിറ്റാലിറ്റി ഓണേഴ്സ്. ഫോർ എക്സാമ്പിൾ ഇമാർ ഞങ്ങളുടെ ക്ലയന്റ് ആണ്. ഇമാറിന്റെ ഡിസ്ട്രിക്ട് 1 VIP ലോഞ്ചൊക്കെ ഞങ്ങളാണ് ഇപ്പോൾ റീസെന്റ് ചെയ്തത്. സോ ഇറ്റ്സ് ലൈക്ക് and currently we are doing the high-end project in Wasl Tower. It's called the Billionaire Mansion. Billionaire Mansion is one of the top Dubai top restaurant bar ആണ്, which is going to open by next month. അപ്പം ഇങ്ങനെയുള്ള ഹൈ-എൻഡ് പ്രോജക്ട്സ് ആണ് ഞങ്ങൾ ചെയ്യുന്നത്. അതായത് ഹൈ-എൻഡ് F&B ഔട്ട്ലെറ്റ്സ്. ഓക്കെ, ഈവൻ ഇൻ സൗദി അറേബ്യ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഇത് ഇങ്ങനെയുള്ള പ്രോജക്ട്സിൽ ലൈക്ക് റെസ്റ്റോറന്റ് പ്രോജക്ട്സും പ്ലസ് റെസിഡൻഷ്യൽ വെരി യൂണീക്ക് ആയിട്ടുള്ള ഫർണിച്ചേഴ്സും കാര്യങ്ങളും ഞങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. We have got a project recently in Abu Dhabi government, which is like Zayed Museum. അതാണിപ്പം ഡിസംബർ നാഷണൽ ഹോളിഡേയ്സ് ഡിസംബർ 2nd or 3rd ഓപ്പൺ ആകുന്നത്. അപ്പം ഇറ്റ്സ് എ ഹൈ പ്രിവിലേജ് ദാറ്റ് വി ഹാവ് ഗോട്ട് എ ചാൻസ് ടു വർക്ക് വിത്ത് 3 high-end F&B outlets inside the Zayed Museum. So yeah, that's one of the biggest achievement we as a team we have got it right now. So അത് ഞങ്ങൾ 3rd or 2nd ആണെന്ന് തോന്നുന്നു അതിൻ്റെ ഓപ്പണിങ്. For the business, see, there is no shortcut. There's no shortcut for any business. So how the business, what we are seeing is like how you are connected to that industry for anything. If it's a trading or manufacturing or for any business, നിങ്ങൾ അതിൽ 100% കമ്മിറ്റ്മെൻറ്റും 100% ഡെഡിക്കേഷനും 100% സർവീസും, especially hospitality industries, people are expecting the high level of expectations. So if you are fulfill that, I hope, that is the main thing which will be success of business. And moreover, ഈ മണി എന്നുള്ളത് അതൊരു ജസ്റ്റ് ഒരു ബൈ പ്രോഡക്റ്റ് ആണ്. So if you are doing all these things, if you are focusing only for money, then there is no point, then that is going to be the byproduct. And when you are successing the business, the cash will come again. Basically, this is what we are doing, and we are expanding our business to do like furniture and joinery as well. അപ്പൊ അതിനാണ് നമ്മൾ ഉമ്മുൽക്കൈനിലേക്ക് ഞങ്ങളുടെ ഫാക്ടറി മാറ്റുന്നത്. അതായത് സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തന്നെ കുറച്ചും കൂടി നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ബിസിനസ് വൈസ് ഞങ്ങൾ വി ആർ
focusing to do more on, എനിക്ക് തോന്നുന്നു അപ്പോൾ കുറച്ചുകൂടിയും ആത്മാർത്ഥത കുറച്ചുകൂടിയും വേണ്ടി വരും. കാരണം നമ്മൾ ഇപ്പോഴത്തേനേക്കാണ് എനിക്ക് തോന്നുന്നു എക്സ്ട്രീമിലായിരിക്കും ഇപ്പോഴും യാത്ര ചെയ്യുന്നുണ്ടാവുക. എക്സാക്ട്ലി. അതുകൊണ്ടാണ് ഈ കോർ ടീം എന്നുള്ളത് ഞങ്ങൾ ടച്ച് വുഡ് ഈ ഒരു ബിസിനസിന്റെ വളർച്ചയിൽ ആ ടീമിനും ഡെഫിനറ്റ്ലി അവർക്ക് അവരുടെ ഓരോരാൾക്കും ഇൻഡിവിജ്വലി ലൈക്ക് പങ്കുണ്ടെന്ന് പറയാം. ബിക്കോസ് എനിക്ക് ഒറ്റയ്ക്ക് ഇപ്പം ആർക്കും ഒറ്റയ്ക്ക് അങ്ങനെ ഒരു സംഭവമില്ല. എന്റെ ഒരു വിഷൻ യാത്ര ചെയ്തെത്തില്ല അല്ലേ? ഇല്ല. ഒരുമിച്ച് നിന്നാല് ഒരു ഒറ്റയ്ക്ക് നിന്നാൽ നടക്കാം, ഒരുമിച്ച് നിന്നാൽ ഓടാന്നാണല്ലോ. അങ്ങനെയാണല്ലോ നാട്ടിൽ പറയുന്നത്. ഓടിക്കൊണ്ടിരിക്കുകയാണ് ഫയാസ്. I mean, touch wood, we have a vision, like, definitely we have a vision. എന്ത് പറയുന്നു ഭാര്യയും കുടുംബമൊക്കെ? ഭാര്യയും മക്കളൊക്കെ അൽഹംദുലില്ലാ സുഖം. ബട്ട് ഞാൻ ഒരു ബിസിനസ്സുകാരനായപ്പോ എന്ത് പറയുന്നു? അന്നത്തെ ഒരു സെയിൽസ്മാനായിട്ടുള്ള ഒരു ജോലിക്കാരിൽ നിന്ന് അതടക്ക് പറയും. അത് ഭാര്യ മാത്രമല്ല, ചിലപ്പോ എന്റെ വെരി ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സും പറയും ആ പഴയ ഫയാസ് ആയിരുന്നു നല്ലെന്നുള്ള. ഇൻ ദ സെൻസ് ലൈക്ക് ഐ വാസ് ബിസിയിൽ. ഐ മീൻ ബിസിയിൽ ഇൻ സെൻസ് ഞാനന്ന് വിളിച്ചാൽ ചില സമയത്ത് അങ്ങനെയാണല്ലോ നമ്മളൊരു മൂഡ്. ഐ മീൻ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈവൻ വി ആർ വെരി ബിസി ഓർ നോട്ട് ബിസി. അങ്ങനത്തെ ആ ഒരു മൂഡ് ക്ലിയർ അല്ലെങ്കിൽ വി ആർ നോട്ട് ബി ഏബിൾ ടു ടോക്ക് ആൻഡ് ദിസ് തിങ്. അങ്ങനെയല്ല. ഫോണൊക്കെ റെസ്പോണ്ട് ചെയ്യും 100%. 24 hours ഐ വിൽ ബി അറ്റൻഡ് ദ കോൾ ഓർ എനിത്തിങ്. ബിക്കോസ് ഈ ഫോൺ എന്ന് പറഞ്ഞ വാട്സപ്പ് എനി ഫുൾ ടൈം ഞാൻ ജസ്റ്റ് വാട്സപ്പ് മറ്റേ ഔട്ട്ലുക്ക് ഇതാണ്. ക്യാരക്ടർ എനിക്ക് നേരത്തെ തന്നെ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോ തന്നെ എനിക്ക് ആളെ മനസ്സിലായി, അയാളുടെ ഒരു സ്വഭാവം മനസ്സിലായി. എക്സാക്ട്ലി. അപ്പം ഞാൻ എന്താ വെച്ചാൽ എനിക്ക് എന്റെ ഒരു I am not a person, I want to make so much money or this thing. എന്ന് പറയുന്നത് I want to make money, but at the same time I want to do the best thing to my family, to my people who are surrounding, not the people who are കൂടെ ഉള്ളവരൊക്കെ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സിലാണ്. Definitely. പിന്നെ ആർക്കെങ്കിലും ഒരു ഇപ്പൊ ഞങ്ങളൊരു വിശ്വാസത്തില് ഞങ്ങൾക്ക് ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു if I am earning some money, എന്നെ സംബന്ധിച്ചോളം ആ ഒരു പൈസ എന്നുള്ളത് എന്നിലൂടെ ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതും കൂടി ചെയ്യണം എന്നാണ്. That is the reason God gave us all these opportunities, right? It's not that to earn money and just to keep it ourselves. അപ്പോ അതും കൂടി എൻ്റെ ഒരു that's what I'm very happy that what I am right now. എന്തായാലും TCFCയുടെ സർവീസിനെ കുറിച്ച് പറയുമ്പോൾ ആർക്കെങ്കിലും ഇതിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് TCFC ആയിട്ടൊന്ന് കണക്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് കൂടുതൽ അറിയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അവർക്ക് ഒരു വഴി എന്താണ്? നിങ്ങളുടെ ഒരു ഡോർ ഓപ്പണിംഗ് എവിടെയാണ്? ഞങ്ങള് ബേസിക്കലി ഡിസൈൻ സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഇവിടെ അൽക്കൂസിലാണ്. ഡിസൈൻ സ്റ്റുഡിയോ ബേസിക്കലി എന്താന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്ത പ്രോജക്ട്സിന്റെ പ്രോട്ടോടൈപ്സും മോഡ്യൂൾസും അതൊരു ഷോ കേസ് ആണ്. അവിടെ സ്റ്റുഡിയോ ഉണ്ടല്ലേ? അവിടെ സ്റ്റുഡിയോ ഉണ്ട്. അവിടെ എന്താ വെച്ചാൽ സ്റ്റുഡിയോ ഞങ്ങൾ ഫേർണിച്ചർ സ്റ്റുഡിയോ. അതായത് ഇറ്റ് ഈസ് വെരി യുണീക്ക്. പീപ്പിൾ ആർ ഇറ്റ്സ് വെരി പോസിറ്റീവ് വൈബ് ആൻഡ് തിങ്സ്. എല്ലാവർക്കും ഇഷ്ടമാണ് ഞങ്ങൾ ക്ലയൻസിന് പൊതുവെ. അവിടെയാണ് ഞങ്ങൾ ചെയ്ത പ്രോജക്ട്സിന്റെ ഒക്കെ കുറച്ച് മോക്കപ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു ഷോ കേസ് ആണ് അവിടെ. ബേസിക്കലി ദാറ്റ് ഇസ് ദ പ്ലേസ് വെയർ പീപ്പിൾ ആർ കമ്മിങ്. പക്ഷെ ഞങ്ങൾ ചെയ്യുന്നത് ആ ഒരു ഹൈ എൻഡ് F&B ഔട്ട്ലെറ്റ്സ് ആണ്. F&B ഔട്ട്ലെറ്റ്സ് എന്ന് പറയുമ്പോൾ ഫുഡ് ആൻഡ് ബെവറേജ് ഔട്ട്ലെറ്റ്സ്. അപ്പൊ ആ ഒരു കാറ്ററിംഗ് കൈൻഡ് ഓഫ് ബിസിനസ് ആണ് ഞങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ബിസിനസ്സിലുള്ള ആൾക്കാർ ഡെഫിനറ്റ്ലി പീപ്പിൾ ഹു ആർ സ്റ്റാർട്ടിങ് എനി കൈൻഡ് ഓഫ് വെരി യുണീക്ക് റെസ്റ്റോറൻറ്റ്സ് ആൻഡ് തിങ്സ്. യെസ്, വി ആർ there. We can we don't have a design divisions, but because we are dealing with the designers, interior designers, but ഞങ്ങൾക്ക് പ്രപ്പോസ് ചെയ്യാൻ പറ്റും അവർക്ക് എന്തെങ്കിലും മോഡൽസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കൺസൾട്ടിംഗ് പോലെയൊക്കെ പ്രവർത്തിക്കുക. എക്സാക്ട്ലി. പ്രോജക്ട് മാനേജ്മെന്റ് ഞങ്ങൾ ബേസിക്കലി വി ആർ നോൺ ആസ് ഡിഫറെന്റ് ഒരു ഇതെന്താന്ന് വെച്ചാൽ ഫേർണിച്ചർ പ്രോജക്ട് മാനേജ്മെന്റ്. ഒരു റെസ്റ്റോറന്റിന്റെ കംപ്ലീറ്റ്ലി ഒരു ഹൈ എൻഡ് F&B ഔട്ട്ലെറ്റ്സിന്റെ കംപ്ലീറ്റ്ലി ഫേർണിച്ചർ സൊല്യൂഷൻസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. ഫേർണിച്ചർ പ്രോജക്ട് മാനേജ്മെന്റ് എന്ന് പറയും. പിന്നെ മറിച്ച് ഇപ്പുറം റെസിഡൻഷ്യലാണെങ്കിൽ ലൈക്ക് വി ആർ ഡൂയിങ് ലൈക്ക് ഹൈ എൻഡ് വില്ലാസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. വെരി യുണീക് ഫേർണിച്ചേഴ്സ്, വലിയ ബ്രാൻഡ്സിന്റെ ഫേർണിച്ചേഴ്സ് ബേസിക്കലി ഞങ്ങൾ മാനുഫാക്ചർ. നെക്സ്റ്റ് 5 yearsലേക്കുള്ള വിഷനോട് കൂടി നമുക്ക് അവസാനിപ്പിക്കാം. എന്താണ് അടുത്ത 5 വർഷത്തേക്ക്? 5 വർഷം ഒരു വിഷൻ എന്ന് പറയുന്നത് ലൈക്ക് ഗിവിംഗ് an opportunity to the people like who are working, around factory ഒരു 300+ ലേബേഴ്സ് എന്നുള്ള 300+ സ്റ്റാഫ്സ് എന്നുള്ള ആ ഒരു റേഞ്ചിൽ ആക്കാനുള്ളതാണ്. പ്ലസ് to do millions of projects, millions worth of projects. അപ്പം അതാണ് വിഷൻ നെക്സ്റ്റ് 5 years. And there is an opportunity in Dubai, because we have been in this industry like almost this much years. ഞങ്ങൾക്ക് അതിന്റെ പൾസ് ലൈക്ക് എന്താന്നുള്ള വെരി ക്ലിയർ ആയിട്ട് വി അണ്ടർസ്റ്റുഡ്. സോ അതിന് ഫോക്കസ് ചെയ്തിട്ട് നെക്സ്റ്റ് 5 years ആ ഒരു റീച്ചിൽ എത്താന്നുള്ളതാണ് ഇഫ് ഗോഡ്സ് ഗ്രേസ്. എന്തായാലും സർവശക്തന്റെ അനുഗ്രഹം കൊണ്ട് അത് അങ്ങനെ തന്നെ ആവട്ടെ. പ്രാർത്ഥനയിലാണ്. ഉമ്മ പെങ്ങന്മാർ എല്ലാവരും ഉണ്ട്, ലൈഫ് എല്ലാവരും. അപ്പം അവർക്കെല്ലാം വലിയ സന്തോഷമായിരിക്കും. പോണ്ട മോനെ എന്ന് പറയുന്ന അവരെ ഉമ്മ എക്സാക്ട്ലി മനസ്സുകൊണ്ടെങ്കിലും അവർ സന്തോഷിക്കുന്നുണ്ടാവും. പറഞ്ഞില്ല. ദുബായ് എങ്ങനെ കാണുന്നു?
ഫയാസ് താണക്ക് നിന്ന് ഇപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നൊരു ഫുട്ബോളോ ദുബായ് മറ്റു കാര്യങ്ങളോ touch wood. സ്പോർട്സ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫയാസിനപ്പുറത്ത് അതെ. ഇപ്പോൾ ഒരു ബിസിനസ്സുകാരനായ ഫയാസിനെ ഉണ്ടാക്കിയത് ദുബായ് ആണെന്ന് പറയാം. ദുബായാണ് ദുബായെ കുറിച്ച് ഡെഫിനറ്റ്ലി. ദുബായ് ഞാൻ പറയുമ്പം ദുബായ് പോലത്തെ ഒരു സ്ഥലം ഇപ്പം നമ്മളെ മിഥുൻ ഇതിനിടക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദുബായ് നമ്മളെ ഞങ്ങളുടെ ഫ്രണ്ടാണ് അതെ, അതെ. ആക്ച്വലി. സോ ഇവിടുന്ന് ദുബായ് എന്ന് പറയുന്നത് നമ്മൾ ദുബായിൽ നിന്ന് എവിടെ പോയാലും തിരിച്ച് ദുബായിലേക്ക് ഞങ്ങളെ കൊണ്ടുവരുന്ന കുറേ കാര്യമുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് അവർ ഓൺ, ഐ മീൻ സെക്കൻഡ് ഹോം, യുനോ. ഐ മീൻ ഈവൻ നൗ വി ആർ മുമ്പൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് തിരിച്ചു പോകുന്ന ആ ഒരു ഇതാണല്ലോ 10 years 15 years. ഇവിടെ തന്നെ ലൈക്ക് വി ബൈ ദ പ്രോപ്പർട്ടി ആൻഡ് യുനോ, ഐ മീൻ മക്കൾക്കൊന്നും തിരിച്ചങ്ങോട്ട് പോകണ്ടെന്നുള്ള ഇതാണ്. അപ്പം ഞങ്ങൾക്ക് ദുബായ് തന്ന ഒരു വലിയൊരു അനുഗ്രഹം. ഓക്കെ, ഇപ്പൊ ദുബായ് പോലത്തെ ഒരു സ്ഥലത്തായതുകൊണ്ടാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. ഓപ്പർച്യൂണിറ്റി കിട്ടുകൊണ്ടാണല്ലോ ഞങ്ങളിപ്പം ഇത് ചെയ്യുന്നതും. ഒരു ബിസിനസ് എന്നുള്ളത് ആർക്കും ചെയ്യാം. അഗൈൻ ദർ ഇസ് നോ കൈൻഡ് ഓഫ് യുനോ ആ ഒരു ക്രൈറ്റീരിയ കാര്യങ്ങളെല്ലാം. യു ഹാവ് ദാറ്റ് ഗട്ട്സ്, യു ഹാവ് ദാറ്റ് വിഷൻ, യു ഹാവ് ദാറ്റ് പാഷൻ, 100% യു ക്യാൻ ഡു ദാറ്റ്. യുനോ വാട്ട് എവർ യു ലൈക്ക് ടു ഡു ഇറ്റ് ഇൻ എ വെരി സ്ട്രേറ്റ് മാനർ, യു ക്യാൻ ഡു ഇറ്റ്. ഓൺലി തിങ് ഈസ് ഞങ്ങൾ ഇവിടുത്തെ ലോ ഇങ്ങനെ അതിന് അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ 100% ഒബേ ചെയ്ത്. I mean, it's not that I came from Kannur, Thana, or you know, it doesn't matter. The things what I'm doing, maybe like ipo Emaar also projects ഒക്കെ ഇമാറൊക്കെ ചെയ്യാണ്. There are so many big companies are there. ഇതൊക്കെ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി വന്നത് ടച്ച് വുഡ്. It's, you know, I am here in Dubai, and by God's grace, you know, I mean, working very hard, very straightforward. That is the only reason, you know. So ഇറ്റ്സ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി. എന്തായാലും ഫയാസ് യൂസഫ് എന്ന ബിസിനസ്സുകാരൻ ഇനിയും ഒരുപാട് നാള് ഇവിടെ പടുത്തുയർത്തിട്ട് ഒരു വലിയ പ്രസ്ഥാനം നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കാം. നമുക്ക് ഇടയ്ക്ക് ഇതുപോലെ വിശേഷങ്ങളൊക്കെ നമ്മുടെ ഇതേ ഒരു ഈ വാർത്തയുടെ ഈ ഒരു പോഡ്കാസ്റ്റിംഗ് രീതിയിൽ നമുക്ക് സംസാരിച്ചു തുടങ്ങാം. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് താങ്കളുടെ ഇങ്ങനെയുള്ള ഒരു ലൈഫ് സ്റ്റോറിയിൽ നിങ്ങളും ഒരു ഓപ്പർച്യൂണിറ്റി തന്നു. നല്ല സുഹൃത്തായിട്ട് നമുക്ക് എപ്പോഴും ഈ യാത്ര തുടരാം. സന്തോഷം. രംഗത്ത് ഇനിയും ഒരുപാട് മുന്നോട്ട്. താങ്ക് യു സോ മച്ച്.